ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തൊട്ട് ഈ ഒരു കാലാവസ്ഥ കേട്ടോ. മഴ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഉണ്ട്, എന്നാൽ കാര്യമായിട്ട് മഴയില്ലേനും. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മണി പ്ലാന്റ് കേട്ടോ. ഇത് നല്ല തിക്നെസ്സിൽ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഈ വേനലിൻ്റെ ചൂടുകൊണ്ട് ഇങ്ങനെ ആയതാണേ. അതൊക്കെ ഇതിൻ്റെ തിക്നെസ് കൊണ്ട് ഒരുപാട് തവണ അമ്മ വെട്ടാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഈ മണി പ്ലാന്റ് ഉണ്ടായപ്പോൾ തന്നെ എപ്പോഴും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു അതിഥികൾ വരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ അതിഥിയാണ് ഈ തൊപ്പിക്കിളി. ഈ ഒരു കിളി മാത്രമല്ല, ഇത് 2 കിളികളുണ്ട്. ഒരാണുണ്ട്, ഒരു പെണ്ണുണ്ട്. ഒരാളെ എവിടേക്കോ ആണാണോ പെണ്ണോ ഒന്നും എനിക്ക് അറിയില്ല. ഒന്നെവിടെ പുറത്ത് പോയെടുക്കുകയാണ്. എനിക്കിത് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, എനിക്കിതിൻ്റെയൊക്കെ ഒന്ന് ഒരു പ്രാവശ്യം കൊത്ത് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഈ തൊപ്പിക്കിളി മാത്രമായിട്ട് ഇതിൽ വന്നിട്ട് മുട്ടയിട്ട് കുട്ടികളെ ഇതാക്കിയിട്ട് കൊണ്ടുപോകല്. എന്താണെന്നറിയില്ല, വേറെ ഒരു കിളിയും ഈ മണി പ്ലാന്റ് ഉള്ളിൽ വരാറില്ല. ഞാൻ എപ്പോൾ കാണുമ്പോഴും ഈ ഒരു തൊപ്പിക്കിളി ഉണ്ടാവില്ല. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഈ കിളി ഇത് മുട്ട ഇട്ടിട്ട് അടിയിരിക്കുകയെന്നാണ്. പെട്ടെന്ന് ഞാനൊന്ന് അകത്ത് പോയി തിരിഞ്ഞു വരുമ്പോഴേക്കും കിളിനെ കാണാനില്ല. അപ്പോൾ ഞാൻ വേഗം പോയി ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇത് മുട്ടയായിരുന്നില്ല, കുട്ടികളായിട്ടുണ്ട്. കുട്ടികൾ കണ്ടോ, കുഞ്ഞു കുട്ടികളാണ്, കണ്ണ് പോലും തുറന്നിട്ടില്ല. അപ്പോൾ ഇനി കിളി പോയി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് അതാ കുട്ടികൾ ഇങ്ങനെ വായ തുറന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ അതിൽ ഭക്ഷണം, അതിന് വേണ്ട ഭക്ഷണം കൊണ്ട് കൊടുക്കും. നല്ല രസമൊക്കെ കാഴ്ച കാണാൻ. കണ്ടില്ലേ, ഇതുപോലെയാണ് കുട്ടികൾ നേരെ ഇങ്ങനെ വായ പൊളിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾ കണ്ണ് തുറന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിറകൊക്കെ ഒന്ന് പറക്കാനായി കഴിഞ്ഞാൽ കിളി തന്നെ ഇതിന് കൊണ്ടുപോകും. പിന്നെ ഇതിന് തീറ്റ കൊടുക്കുന്നൊരു ഇതുണ്ട്. അത് ആൺകിളി പുറത്ത് പോയിട്ട് വരും. അപ്പോൾ പെൺകിളി ഇവിടെ കാവലിരിക്കും. പിന്നെ പെൺകിളി പോവും, ആൺകിളി തീറ്റ കൊണ്ടുവരും. അങ്ങനെ നല്ല രസമൊക്കെ കാഴ്ച കാണാൻ തന്നെ നമ്മളിങ്ങനെ അതിശയിച്ച് തിന്നു പോകും. അപ്പോൾ ഷൂട്ട് ചെയ്ത് അകത്ത് കയറിയപ്പോഴേക്കും ആ കിളി അവിടെ പിന്നെയും വന്നിരുന്നു കേട്ടോ. കിളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് പിന്നെ നടക്കാത്ത കാര്യമാണ്. ഇതന്നെ ഞാൻ സെൽഫി സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ കിളി വന്ന് കൊത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കിളി വിശേഷം. ടാറ്റാ, ബൈ ബൈ.